ഗുജറാത്തിന്റെ സംസ്ഥാന പുഷ്പമാണ് ചെണ്ടുമല്ലി. ഇംഗ്ലീഷിൽ ഇവയെ മാരിഗോൾഡ് എന്നാണ് അറിയപ്പെടുന്നത്. 1 മുതൽ 3 അടി വരെ ഉയരത്തിൽ വളരുന്ന ഈ സസ്യം ഒരു കുറ്റിച്ചെടിയാണ്. മാരിഗോൾഡിന്റെ ജന്മദേശം മെക്സിക്കോയാണ്. 2 തരത്തിലുള്ള മാരിഗോൾഡാണുള്ളത്. ഫ്രഞ്ച് മാരിഗോൾഡും ആഫ്രിക്കൻ മാരിഗോൾഡും. ചെറിയ പൂക്കളുള്ളതാണ് ഫ്രഞ്ച് മാരിഗോൾഡ്. ഫ്രഞ്ച് ഉദ്യാനങ്ങളിൽ അവയുടെ ജനപ്രീതിയിൽ നിന്നാണ് ഫ്രഞ്ച് ചെണ്ടുമല്ലികൾക്ക് ഈ പേര് ലഭിച്ചത്. വലിയ പൂക്കൾ ഉള്ളതാണ് ആഫ്രിക്കൻ മേരിഗോൾഡ്. പേരുകൾ ഉണ്ടെങ്കിലും ആഫ്രിക്കൻ ചെണ്ടുമല്ലികൾ ആഫ്രിക്കയിൽ നിന്ന് ഉത്ഭവിച്ചതല്ല. പകരം വടക്കു പടിഞ്ഞാറൻ ആഫ്രിക്കയിലൂടെ കടന്നുപോകുന്ന ഒരു വ്യാപാര മാർഗം വഴി യൂറോപ്പിലേക്ക് ആദ്യം ഇറക്കുമതി ചെയ്തു. അതിനാലാണ് ഇവയ്ക്ക് ആഫ്രിക്കൻ മാരിഗോൾഡ് എന്ന പേര് ലഭിച്ചത്. ആഫ്രിക്കൻ മാരിഗോൾഡ് ഓറഞ്ച്, മഞ്ഞ, വെള്ള എന്നീ നിറങ്ങളിൽ കാണപ്പെടുന്നു. ധാരാളം ശാഖകളോട് വളരുന്ന ഒരു ചെണ്ടുമല്ലി ഇനമാണ് ആഫ്രിക്കൻ മാരിഗോൾഡ്. ചെണ്ടുമല്ലിക്ക് ഒരു പ്രത്യേക ഗന്ധമുണ്ട്. ഇത് പലതരം കീടങ്ങളെ അകറ്റി നിർത്താൻ സഹായിക്കുന്നു. ഈ ചെടികൾ മണ്ണിലേക്ക് ചിലതരം രാസവസ്തുക്കൾ പുറത്തുവിടുന്നു. ഇത് മണ്ണിന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. കീടങ്ങളുടെ ആക്രമണം ചെണ്ടുമല്ലിക്ക് വളരെ കുറവാണ്. പുൽച്ചാടികൾ, തണ്ടുതുരപ്പൻ പുഴു എന്നിവ ചിലപ്പോൾ ആക്രമിക്കാറുണ്ട്. ഏത് കാലാവസ്ഥയിലും ഇവ വളരുന്നു. അതുപോലെ വരൾച്ചയെ പ്രതിരോധിക്കാനുള്ള ശേഷി ഇവയ്ക്കുണ്ട്. ഇതിന്റെ ഇതളുകൾ ചില ആയുർവേദ മരുന്നുകളിലും സൗന്ദര്യവർദ്ധക വസ്തുക്കളിലും ഉപയോഗിക്കാറുണ്ട്. പൂവിൽ നിന്നെടുക്കുന്ന സത്ത് ഒരു അണുനാശിനിയാണ്. ഇവയിൽ നിന്ന് കൊതുകുതിരി, അഗർബതി എന്നിവ ഉണ്ടാക്കാൻ കഴിയും. ചെണ്ടുമല്ലിക പൂക്കളിൽ നിന്നും ഭക്ഷ്യയോഗ്യമായ നിറങ്ങളും ഉണ്ടാക്കാം. മധ്യകാലഘട്ടത്തിൽ തുണികൾക്ക് നിറം നൽകുന്നതിനായി ഇവയെ ഉപയോഗിച്ചിരുന്നു. ഇവയുടെ പൂവ് നേത്രരോഗങ്ങൾ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്നു. സസ്യം മുഴുവനായി ജലദോഷം, വാതം മുതലായ അസുഖങ്ങൾക്കും ഇവയുടെ വേര് വിരശല്യത്തിനും ചികിത്സിക്കാൻ ഉപയോഗിക്കുന്നു. 15 ഡിഗ്രി മുതൽ 29 ഡിഗ്രി വരെയുള്ള താപനിലയാണ് ഇവയുടെ വളർച്ചയ്ക്ക് അനുയോജ്യം. നല്ല വെയിൽ കിട്ടിയില്ല എങ്കിൽ തൈകൾ ബലം കുറഞ്ഞ് നീണ്ടു വളരുന്നു. ഇലപ്പേനുകൾ, ഇലതീനി പുഴുക്കൾ തുടങ്ങിയ കീടങ്ങളുടെയും വാട്ടം, അഴുകൽ, ഇലപ്പുള്ളി രോഗങ്ങളും ഇവയെ ആക്രമിക്കുന്നു. പൂന്തോട്ടങ്ങളിൽ ഒരു അലങ്കാര സസ്യമായി ഇവയെ വളർത്തി വരുന്നു.